ഞാൻ ചില കൂട്ടുകാരൊത്ത് പുറത്തു പോയാൽ പള്ളിയിൽ പോവാറുണ്ട്. പള്ളിയിൽ പോയാൽ ഞാൻ ഉള്ളു കൊടുക്കാറില്ല, നിങ്ങളെ ഉള്ളു കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും അള്ളാഹുവിൻ്റെ ശുദ്ധിയിലാണ്. എനിക്ക് വേറെ ഒന്നുമാണോ? പകരക്കാരനായ ശരീരമാണ് ഞാൻ എന്ന തെറ്റായ ധാരണയിലും മായയിലും അല്ല. അപ്പോൾ ഏത് മതത്തിലായാലും ഈ ശുദ്ധി ചെയ്യണം. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ആ പ്രപഞ്ചത്തിൽ അർത്ഥനരീശ്വരനായ ശിവനും ഇലാഹുമായ സകലമാറ്റി സൃഷ്ടിച്ച് അതിൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ആ ഇലാഹും ശിവനും പുനർജനിച്ചുള്ള ശിവാവതാരവും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയാണ് ഞാൻ. ആ പ്രപഞ്ചനാഥൻ തന്നെയാണ് ഇതെല്ലാമായി ദൃശ്യമായി വന്നത്. വേറെ ഒരു വസ്തുവില്ല. എന്താ പറയുക, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഇരിക്കുന്നു എന്നതാണ് വാക്കില്. അപ്പോൾ അള്ളാഹു ദൈവം ഈശ്വരൻ തന്നെയാണ് സകലമാനമായി വന്നിരിക്കുന്നത്. നമ്മളെ ബോധ്യമായോ? ഇതുവരെ ചെറുക്കിലല്ല, എല്ലാവരും മണ്ഡിരനും ശേഖന്മാരും ഒക്കെ അള്ളാഹുവായി തീരാം, പരമാത്മായ ഈശ്വരനായി തീരാം. എന്ത് പറയുന്നു? എന്ത് പറയുന്നു? അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് പോകുന്നതിൽ ലോകത്ത് ഒന്നും കിട്ടാത്ത സാധനമാണ് കിട്ടുന്നത്. നിങ്ങൾ ഭൂമിയിൽ എവിടെ പോയാലും കിട്ടാത്ത യാഥാർത്ഥ്യത്തെയാണ് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു കൊടുത്തത്. ആണോ? മതിയോ നമ്മള്? ഇതാണ് ഹൗസുൽ കൗസർ.